ഹലോ, എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മളങ്ങനെ നമ്മുടെ യാത്ര തുടരുകയാണ്. കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ട ആൾക്കാർക്കറിയാം നമ്മുടെ യാത്ര എവിടെ നിന്നാണ് ആരംഭിച്ചതെന്നുള്ളത്. നമ്മൾ മലയാറ്റൂരിൽ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിച്ചത്. മലയാറ്റൂരിൽ നിന്ന് നമ്മൾ യാത്ര ആരംഭിച്ച് മലക്കപ്പാറ, വാൽപ്പാറയൊക്കെ കടന്ന് നമ്മൾ ആളിയാർ ഭാഗത്തേക്ക് എത്തിച്ചേരുകയാണ് ഇത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആളിയാറിലാണ് കേട്ടോ. ആളിയാർ എന്ന വളരെ മനോഹരമായ ഒരു പ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിരുന്നു. കഴിഞ്ഞ വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ വരുന്ന വഴിയിൽ എവിടെയെങ്കിലും റൂം എടുത്ത് സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പ്രദേശത്ത് നിന്ന് 2 കിലോമീറ്റർ അകലെയായിട്ട് ഒരു ലോഡ്ജ് നമുക്ക് കിട്ടി. അവിടെ പോയി നമ്മൾ താമസിക്കുകയാണ് ചെയ്തത്. നമ്മൾ സ്റ്റേ ചെയ്ത ആ ഒരു റെസിഡൻസിൻ്റെ പേര്, അല്ലെങ്കിൽ ആ ഒരു ലോഡ്ജിൻ്റെ പേര് ആളിയാർ റെസിഡൻസി എന്നായിരുന്നു. എന്തായാലും അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അങ്ങനെ അവിടെ സ്റ്റേ ചെയ്ത് അവിടെ നിന്ന് രാവിലെ എണീറ്റ് റെഡിയായി ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ കുറച്ചുകൂടിയൊക്കെ ദൂരം പിന്നോട്ട് വന്നു. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഭാഗത്തേക്ക് വരികയാണ് ചെയ്തത്. കാരണം ഇവിടെ വന്ന് ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ലോഡ്ജിൽ നമ്മൾ റൂം എടുത്തത്. നമ്മൾ കുറച്ചുകൂടിയൊക്കെ ദൂരം മുന്നോട്ട് പോയിട്ട് വേറെ എവിടെയെങ്കിലും നമുക്ക് റൂം എടുക്കാമെന്നായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഈ ഒരു വ്യൂ നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ വിചാരിച്ചു ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് വേണം നമ്മുടെ ഇന്നത്തെ യാത്ര ആരംഭിക്കാനെന്ന്. നമ്മൾ കഴിഞ്ഞ യാത്ര ഈ ഒരു സ്ഥലത്ത് എത്തിയപ്പോഴത്തേനും രാത്രിയായി. ഈ ഒരു ചുരത്തിന് 40 ഹെയർ പിൻ ബെൻഡുകളുണ്ട്. 40 ഹെയർ പിൻ ബെൻഡുകൾ താണ്ടിയെങ്കിൽ മാത്രമേ നമുക്ക് വാൽപ്പാറയിൽ നിന്ന് ആളിയാറിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം അങ്ങനെ 40 ഹെയർ പിൻ ബെൻഡുകളൊക്കെ താണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി അല്പ ദൂരം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആളിയാർ ഗ്രാമത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നതാണ്. എന്തായാലും നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ചിന്നാർ വഴി കാന്തല്ലൂരിലേക്ക് പോവുകയാണ്. പിന്നെ അടുത്തത് നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് പോകുന്ന കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അനൂപും അതോടൊപ്പം തന്നെ അനിൽ ബ്രോയും നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു ബി ബ്രോ സ്റ്റോറീസ്. യെസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ രാവിലെ, വളരെ മനോഹരമായൊരു വ്യൂ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ കാണുന്നതാണ് ആ ഒരു വ്യൂ. എത്ര ഭംഗിയുള്ളൊരു കാഴ്ചയാണെന്ന് നോക്കി. ഇത് നമ്മൾ കാണാതെ പോയി കഴിഞ്ഞാൽ വലിയ നഷ്ടമായേനെ. കാരണം അത്രയും ഹൃദ്യമായൊരു കാഴ്ച നമുക്കിതാ ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. എന്തായാലും ഇവിടെ നമുക്ക് ഒരു വാഹനം പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഗ്യാപ്പ് കിട്ടി. നമ്മളിവിടെ വാഹനം പാർക്ക് ചെയ്തു. എന്തായാലും ഇവിടെ നിന്നുള്ള ആ ഒരു കാഴ്ച ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കാണുന്നതാണ് ആളിയാർ ഡാം കേട്ടോ. ആളിയാർ ഡാമിൻ്റെ റിസർവെയർ ആണ് ഈ കാണുന്നത്. അതിൻ്റെ ഒരു ക്യാച്ച്മെൻറ്റ് ഏരിയ ആണ് നമ്മളിവിടെ കാണുന്നത്. എത്ര മനോഹരമായ ഒരു കാഴ്ച നോക്കി. ചുറ്റും മലനിരകൾ, അതിൻ്റെ താഴ്വാരത്തായിട്ട് ആ ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ അങ്ങനെ പരന്ന് വിശാലമായി കിടക്കുകയാണ്. എത്ര പറഞ്ഞാലും അതിൻ്റെ ഭംഗി നമുക്ക് പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കില്ല. അത്രയും മനോഹരമായ ഒരു വ്യൂ ആണ് കേട്ടോ. കാരണം ഈ ഒരു യാത്രയിൽ ഏറ്റവും മുതൽക്കൂട്ടായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു സ്ഥലത്ത് നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വ്യൂ ആണ്. മനോഹരമായൊരു ലാൻഡ്സ്കേപ്പ് അല്ലേ? നോക്കി, നിങ്ങൾ തന്നെ നോക്കി, എത്ര മനോഹരമായൊരു ലാൻഡ്സ്കേപ്പാണ് നമുക്ക് കാണാൻ കഴിയുക. ഈ ഒരു കാഴ്ച നമ്മൾ കാണാതെ പോയി കഴിഞ്ഞാൽ ഈ ഒരു യാത്രയ്ക്ക് പൂർണ്ണത ഉണ്ടാകില്ല. ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് പോയിട്ട് നമ്മൾ റൂം എടുത്ത് അവിടെ താമസിച്ചത്. ഇപ്പോൾ രാവിലെ ഇവിടെ നിന്ന് ഈ ഒരു കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് യാത്ര ആരംഭിക്കാമെന്നും ഞാൻ പറഞ്ഞത്. ഇപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ എന്തായാലും നമുക്കിനി ഒരുപാട് നേരം ഇവിടെ നിന്ന് വൈകിപ്പിക്കാനായിട്ട് സാധിക്കില്ല. പറ്റുവാണെങ്കിൽ പോകുന്ന വഴിക്ക് ആ ഡാമിലൊന്ന് കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുവാണെങ്കിൽ ഒന്ന് കാണാമെന്ന് വിചാരിക്കുന്നു. അവിടെ ടിക്കറ്റ് കൗണ്ടറിലൊക്കെ പോയി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഭാഗത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും പറ്റുവാണെങ്കിൽ അതൊന്ന് കയറി കാണാം. അതല്ലെങ്കിൽ നമ്മുടെ യാത്ര ചിന്നാർ വഴി മറയൂർ ഭാഗത്തേക്ക് അല്ലെങ്കിൽ കാന്തല്ലൂർ ഭാഗത്തേക്ക് തുടരുന്നതാണ്. അങ്ങനെ ആളിയാർ ഡാമിൻ്റെ ആ ഒരു വ്യൂ ഒക്കെ കണ്ടതിന് ശേഷം നമ്മളിതാ ചുരം ഇറങ്ങി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം അധികം ദൂരമില്ല അല്ലേ താഴേക്ക് എത്താനായിട്ട്? 2-2.5 കിലോമീറ്റർ കാണുകയുള്ളൂ. അപ്പോൾ എന്തായാലും ചുരം ഇറങ്ങി താഴേക്ക് പോകുന്നു. അവിടെ പോയിട്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അതാണ് അത്യാവശ്യം. ഉച്ചക്കത്തെ ഫുഡ് കഴിയൊക്കെ വളരെ കുറവാണ്. പിന്നെ രാവിലെയെങ്കിലും അത് തന്നെ, രാവിലെയെങ്കിലും കഴിച്ചില്ലെങ്കിലും നമ്മൾ പെടും. പിന്നെ അനിൽ ബ്രോ ഉള്ളതുകൊണ്ട് എന്തായാലും നമ്മൾ ഉച്ചയ്ക്കും ഫുഡ് കഴിക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ് മറ്റൊരു സത്യം. തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും വെജിറ്റേറിയൻ ആയിരിക്കും. ഇഡ്ലി സാമ്പാർ കുഴപ്പമില്ല, നമുക്ക് ഏത് എണ്ണയിലാണ് പുഴുങ്ങുന്നതെന്നും ധൈര്യമായിട്ട് കഴിക്കാം. അപ്പൊ കുറച്ച് കാർബോ കൂടുന്നുള്ളൂ, എന്നാലും കുഴപ്പമില്ല. അത് വീട്ടിൽ നമുക്ക് എക്സസൈസ് 2 പുഷപ്പ് അടിക്കുമ്പോൾ സെറ്റാക്കാം. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും ഈ ഒരു ഹെയർ പിൻ ബെൻഡുകളൊക്കെ താണ്ടി നമ്മൾ താഴേക്കും ഇറങ്ങി പോവുകയാണ്. ഇപ്പം ഒരു 1-2 ഹെയർ പിൻ ബെൻഡുകൾ കൂടിയേ കാണുകയുള്ളൂ മാക്സിമം പോയി കഴിഞ്ഞാൽ അല്ലേ? അതായത് തുടക്കം വരുന്നത് 1ാമത്തെ ഹെയർ പിൻ ബെൻഡ് ചിലപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴി കാണാൻ സാധിക്കും. അപ്പോൾ 40 ഹെയർ പിൻ ബെൻഡിൽ ലാസ്റ്റ് ഹെയർ പിൻ ബെൻഡിലേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേരുന്നത്. ഈ കാണുന്നതാണ് 1ാമത്തെ ഹെയർ പിൻ ബെൻഡ്. അതായത് ആളിയാറിൽ നിന്ന് പോകുമ്പോഴത്തേനും ഈ കാണുന്നതാണ് 1ാമത്തെ ഹെയർ പിൻ ബെൻഡ്. അവിടെ എഴുതിയിട്ടുണ്ടോ 1/40. ഇതേതാണ്? ഗ്രേറ്റ് ഹോൺബിൽ, മലമുഴക്കി വേഴാമ്പൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം മലമുഴക്കി വേഴാമ്പലാണ് ആദ്യത്തെ ബെൻഡിൽ പേരെഴുതി വെച്ചിരിക്കുന്നത്. ഇതുപോലെ പക്ഷി മൃഗാദികളുടെ പേരുകളാണ് അവർ ഓരോ ബോർഡിലും അവർ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേനും ഇതുപോലെ സേഫ്റ്റി പ്രിക്കോഷൻസിൻ്റെ ഭാഗമായിട്ട് ഉണ്ടോ ഈ ഒരു സംഭവമൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇത് തമിഴ്നാട്ടിലെ മലയോര മേഖലകളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ ആ ഒരു സേഫ്റ്റി പ്രിക്കോഷൻസിൻ്റെ ഭാഗമായിട്ട് ആ ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും.
അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. മസനഗുഡി വഴി ഊട്ടി പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഓരോ ഹെയർ പിൻ ബെൻഡുകളിലും ഇതുപോലത്തെ സംഭവങ്ങൾ അവർ സേഫ്റ്റി പ്രിക്കോഷൻസിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ മലയിലും ഈ ഒരു ഭാഗത്തൊക്കെ അവരങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. അപകടങ്ങൾ കുറയ്ക്കാനുള്ള സംവിധാനങ്ങളാണ് അവർ അവിടെ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പോകുന്ന വഴിയിൽ നോക്കി എത്ര മനോഹരമായിട്ട് ടാർ ചെയ്ത്, അതായത് റബ്ബറൈസറി ചെയ്ത് ലൈൻസൊക്കെ വരച്ച് നല്ല മനോഹരമാക്കി കെട്ടൊക്കെ കെട്ടി എത്ര ഭംഗിയായിട്ടാണ് ഈ ഒരു റോഡ് നിർമ്മിച്ചിരിക്കുന്നത് നോക്കി. അതാണ് തമിഴ്നാട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമുക്കറിയാം എല്ലാ റോഡുകളും, ഒട്ടുമിക്ക റോഡുകളും വളരെ വിരളമായിട്ടെങ്കിൽ മാത്രമേ ചിലപ്പം നമുക്ക് മോശം വഴികൾ കാണാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഒരു 99% നമുക്ക് പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിലെ എല്ലാ റോഡുകളും നല്ലതാണ്. പലപ്പോഴും പല വീഡിയോകളിലൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ റോഡ് കണ്ടപ്പോഴും ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു എന്ന് മാത്രം. നോക്കി എത്ര ഭംഗിയുള്ള ഒരു പ്രദേശമാണ്. ചുറ്റും മലനിരകളും മലയുടെ താഴ്വാരത്തിലൂടെ ഇതാ നമ്മളിപ്പോൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. അനൂപ് രണ്ടും കൽപ്പിച്ചങ്ങ് 10-20 എന്ന് പറഞ്ഞ് കത്തിച്ച് പിടിപ്പിക്കുകയാണ്. ചെറിയ വേഗതയിൽ നമ്മൾ പോണേ, നമ്മുടെ കാഴ്ചകളെല്ലാം നിങ്ങളെ കാണിക്കണ്ടേ. അതെ അതെ. പിന്നെ മാത്രമല്ല ഇത് 30 കിലോമീറ്റർ അല്ലേ, ആ ഒരു വേഗതയിലാണ് ഇവിടെ പോകാൻ സാധിക്കൂ എന്നുള്ള ബോർഡുകളും പല സ്ഥലങ്ങളിൽ സർക്കാർ സ്ഥാപിച്ചിട്ടുണ്ട്, തമിഴ്നാട് സർക്കാർ. അപ്പോൾ അതും നമ്മൾ ഓർക്കുക. ഒരുപാട് വേഗതയിൽ പോയി കഴിഞ്ഞാൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് അവരങ്ങനെ ആ ബോർഡുകളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത്. അത് നമുക്കറിയാമല്ലോ. പിന്നെ പരമാവധി വളവിലൊന്നും ഓവർടേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. പറഞ്ഞപ്പോൾ തന്നെ ഒരാൾ വന്നതിൽ ഓവർടേക്ക് ചെയ്തു പോയി. നന്നായി ഞങ്ങായി. ഇതാ ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ആയി. അപ്പോൾ അങ്ങനെ ആ ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഇതുപോലെ ഈ മഴക്കാല സമയത്ത് വന്നു കഴിഞ്ഞാൽ എന്തായാലും എല്ലായിടത്തും വെള്ളച്ചാട്ടങ്ങൾ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഹൈ റേഞ്ച് മേഖലകളിലൊക്കെ, മലയോര മേഖലകളിലൊക്കെ, എവിടെയാണെങ്കിലും. ഇപ്പോൾ തമിഴ്നാടാണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും മലയോര മേഖലകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും വലിയ വലിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ കഴിയും. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. കുറേ സ്ഥലങ്ങളിൽ വഴി ഇടിഞ്ഞിട്ട് ഉണ്ടോ, ഇതുപോലെ ബാരിക്കേഡുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ അവർ. അപ്പോൾ വഴി ഇടിയുന്ന പ്രദേശം കൂടിയാണ്. പിന്നെ മരങ്ങൾ വീഴാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പാറക്കെട്ടുകൾ ഉരുണ്ട് വീഴാനുള്ള സാധ്യതകളുണ്ട് മഴക്കാല സമയങ്ങളിൽ, ശക്തമായി മഴ പെയ്യുന്ന സമയത്ത്. അതല്ല എങ്കിൽ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് അനായാസം ഇതുപോലെ ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നതാണ് കാഴ്ചകളൊക്കെ കണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് എത്തിയപ്പോഴത്തേനും സമതലമായി. നോക്കിയേ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. ആ മരത്തിൻ്റെ ചൂട്ടിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോഴത്തേനും വേനൽക്കാലത്താണെങ്കിൽ പോലും നല്ല സുഖമായിരിക്കും കേട്ടോ. കാരണം ഈ മരങ്ങൾ ഇങ്ങനെ റോഡിലേക്ക് ചാഞ്ഞ് നിൽക്കുന്നതുകൊണ്ടേ എന്തായാലും നമുക്ക് ചൂടൊന്നും അത്ര അനുഭവപ്പെടില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് മഴ സമയമായതുകൊണ്ട് തന്നെ എല്ലാം നല്ല പച്ചപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും, നല്ല ഹരിതാപത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത് നല്ലൊരു കാഴ്ചയാണ്. മഴക്കാലത്തെ ഡ്രൈവ് എന്ന് പറയുന്നത് അത് വേറൊരു ഫീലാണ് കേട്ടോ. ശരിക്കും ആ ഒരു ഫീല് ആസ്വദിക്കാൻ വേണ്ടി ആണ് നമ്മൾ ഈ വഴിയിലൂടെ ഈ ഒരു യാത്ര ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഭയങ്കര രസമാണ് ഈ റോഡിൽ കൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടി. നമ്മൾ അറിയില്ല എത്ര കിലോമീറ്റർ നമ്മൾ വാഹനം ഓടിച്ചാലും നമുക്കൊരു തളർച്ച ഉണ്ടാവില്ല കേട്ടോ. കാരണം കാഴ്ചകൾ അതുപോലെയാണ് നമ്മുടെ ചുറ്റും ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ഒരു വനത്തിലൂടെയുള്ള യാത്രയല്ലേ. അതായത് നമ്മുടെ മുന്നിലൊരു ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇനിയിപ്പോ ചെക്ക് പോസ്റ്റിലേക്ക് എത്താറായിക്കൊണ്ടിരിക്കുന്നു. ഇതിപ്പം ഇവിടെ മുതൽ അവരുടെ ഓഫീസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ കുറെ ഓഫീസാണ്. ആനമല ടൈഗർ റിസർവ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊരു ടൈഗർ റിസർവ് ആണ് കേട്ടോ. ആ കാര്യം ഞാൻ പറയാൻ പോയതാ. കുരങ്ങന്മാരൊക്കെ ഇരിക്കുന്നു. കുരങ്ങന്മാരെ കണ്ടില്ലല്ലോ എന്ന് ഇങ്ങനെ ആലോചിക്കാറുണ്ട്. റോഡിലുണ്ടല്ലോ അല്ലേ, കുറെ എണ്ണം ഉണ്ട്. എന്തായാലും സമുദ്രങ്ങളിലേക്ക് എത്തിയപ്പോഴത്തേനും ഒരു ആശ്വാസം കിട്ടി അല്ലേ. നല്ല ആ ഒരു ഉയർന്ന പ്രദേശത്തേക്ക് താഴേക്ക് വരുമ്പോഴത്തേനും ഒരു പ്രത്യേക ഫീൽ ആണല്ലോ. നമ്മള് തൊടുപുഴയിൽ നിന്നുള്ള നമ്മുടെ യാത്ര മലയാറ്റൂരിൽ നിന്നുള്ള ആരംഭിച്ചത്. ഏകദേശം ഒരു 180ഓളം കിലോമീറ്റർ നമ്മൾ താണ്ടി കേട്ടോ. അത്രയും താണ്ടിയല്ലേ. നമ്മൾ ടോട്ടലി 222 കിലോമീറ്റർ ഓടി. ശരിക്കും നമ്മള് ഇവിടെ ലോക്കൽ ഓട്ടങ്ങൾ ഓടിയില്ലേ. അതെ അതെ. അല്ല ശരിക്കും ഞാൻ ആലോചിക്കുന്നത് ഇതൊക്കെ കണ്ട് നമ്മൾ എല്ലായിടത്തും നിർത്തിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 3 ദിവസമെങ്കിലും വേണം ഇവിടെ എത്തണമെങ്കിൽ. 180 കിലോമീറ്റർ എത്ര നല്ല കാഴ്ചകളുണ്ടെന്നറിയോ. നമ്മൾ ആതിരപ്പള്ളിയിലും വാഴച്ചാലൊക്കെ നമ്മൾ ഇറങ്ങി അവിടുത്തെ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് സ്കിപ്പ് ചെയ്ത് പോരെയായത്. അത് മറ്റൊരു അവസരത്തിൽ നമുക്ക് വീഡിയോയിൽ ചിത്രീകരിക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മളൊരു മഴക്കാല ഡ്രൈവ് എന്ന് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ അനിൽ ബ്രോയ്ക്കും തിരിച്ചു പോകണം. അപ്പോൾ അനിൽ ബ്രോ ഒരു ജസ്റ്റ് ഡ്രൈവിന് എന്നെ കൂടെ കൊണ്ടുപോകുമോ അല്ലെ കൂട്ടുപോകുമോ എന്ന് ചോദിച്ച് അനൂപിന്റെ കൂടെ പോകുന്നതാണ്. അപ്പം പുള്ളിക്കും വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ടതുകൊണ്ട് നമ്മൾ ഒരുപാട് വൈകിപ്പിക്കാതെ പരമാവധി ഡ്രൈവ് ചെയ്ത് പെട്ടെന്നുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഈ മഴക്കാല ഡ്രൈവ് ആസ്വദിച്ച് പോവുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം അല്ലേ അനൂപേ. ഇതാ മറ്റൊരു സ്ഥലത്തേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ കുറച്ചുകൂടെ ഒരു എന്തോ വ്യൂ ഉണ്ടെന്നാണ് അനൂപ് പറയുന്നത്. ഇവിടെ നമ്മൾ മേളിൽ നിന്ന് കാണുന്ന ആ തടാകം ഇവിടെ കുറച്ചുകൂടെ അടുത്ത് കാണാം. നമുക്ക് ഇറങ്ങി നോക്കിയാലോ. നോക്കാം. അപ്പോൾ അനൂപ് പറഞ്ഞ പോലെ ഒരു മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയയുടെ ഭാഗം തന്നെയാണ്. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു പാറയുടെ താഴ്ഭാഗത്തായിട്ട് ഇങ്ങനെ വെള്ളം കെട്ടിക്കിടപ്പുണ്ട്. ആളിയാർ ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയ തന്നെയാണ്. നമ്മൾ കടന്നു വന്ന വഴിയൊക്കെ ഇവിടെ നോക്കുമ്പോൾ അല്ലേ അനൂപേ, അങ്ങ് ദൂരെ നല്ലേ ചെറുതായിട്ട് മഴ പെയ്തങ്ങ് മൂടിക്കളഞ്ഞു. മഴയോ മഞ്ഞോ എന്തോ പെയ്യുന്നുണ്ട് അല്ലേ. എന്തോ സംഭവം നടക്കുന്നുണ്ട് അതിലൂടെ. ഇങ്ങോട്ട് വരികയാണെന്ന് സംശയമുണ്ട് മഴ. ചാറ്റൽ മഴയുണ്ട്. ചാറ്റൽ മഴ ഇങ്ങനെ പെയ്യുന്നതുകൊണ്ടേ ഒരു വ്യക്തതയില്ല. എന്തായാലും ചെറിയ രീതിയിൽ കാണാം. നമ്മൾ കടന്നു വന്ന വഴിയും
അതോടൊപ്പം തന്നെ മലനിരകളുമാണ് ആ കാണുന്നത്. ആ മലയിലൂടെ നമ്മളിങ്ങനെ അല്ലേ എയർപിൻ ബെൻഡുകൾ ഇങ്ങനെ താണ്ടി വന്നത്. ഏകദേശം ഒരു 2-3 കിലോമീറ്റർ താണ്ടി അല്ലേ? 2 കിലോമീറ്റർ താണ്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് നമ്മൾ വന്ന വഴിയൊക്കെ അങ്ങനെ അങ്ങ് നോക്കി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീൽ, അത് വേറെ ഫീലാണ്. എന്തായാലും കൊള്ളാം കേട്ടോ. ഓ, മഴ ശക്തമാവുന്നുണ്ടോ എന്നൊരു സംശയം. ഇവിടെ വന്നാലേ ശരിക്കും ചെറിയ ചാറ്റൽ മഴയും മഞ്ഞും പിന്നെ ഈ ഒരു ഡാം സൈഡിന്റെ വ്യൂ ഒക്കെ എത്ര നേരം വേണേലും നമുക്ക് കണ്ടോണ്ടിരിക്കാം. ശരിക്കും മനസ്സിന് ഭയങ്കര റിലാക്സേഷൻ നമുക്ക് തോന്നും. പിന്നെ അതേ ആ ഒരു പാറ കണ്ടോ, ഇതൊരു വലിയൊരു പാറയാണ്. എനിക്ക് വേണമെങ്കിൽ റിസർവയർ വെള്ളം കംപ്ലീറ്റ് ആവാൻ കണ്ടോ, പാറയുടെ സൈഡിൽ ഇങ്ങനെ ഇതുണ്ട്, അത്രയും വെള്ളം ഇങ്ങനെ പൊങ്ങുന്ന ഏരിയ ആയിരിക്കും. ഇതിപ്പോ വെള്ളം ഇച്ചിരി താഴ്ന്നു കിടക്കുമായിരിക്കും. നല്ല മഴക്കാലമൊക്കെ ആകുമ്പോൾ ഒരുപക്ഷെ നല്ല വെള്ളമൊക്കെ വെള്ളം വരുമായിരിക്കണം. അപ്പൊ ഒരുപാട് നേരം നമ്മൾ ഇവിടെ നിന്ന് കാഴ്ച കാണുന്നില്ല. ഇനി എത്രയും പെട്ടെന്ന് പോയി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. കണ്ടോ, അവിടെ മയിലൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് വേണമെങ്കിൽ ആനയൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ഇതിനകത്തോടെ നീന്തിയൊക്കെ ഈ റോഡിലൊക്കെ പോകുന്ന വഴിക്ക് ആനപ്പണ്ടൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ആന വരാൻ സാധ്യതയുണ്ട്. ആ നമ്മൾ താഴെയൊക്കെ ചെക്ക് പോസ്റ്റ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞല്ലേ, ആന രാത്രികാലങ്ങളിൽ യാത്രാ സഞ്ചാരം നിരോധനമാണല്ലോ ഈ വഴിയിലൂടെ. 6 മണി കഴിഞ്ഞാൽ ഇങ്ങോട്ട് പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ. ലോക്കൽസിന് മാത്രമേ വരാൻ പറ്റുള്ളൂ. പിന്നെ പോകണമെങ്കിൽ നമ്മൾ ID കാർഡ് കാണിക്കണം. വെറുതെ ലോക്കൽസ് എന്ന് പറഞ്ഞ് പോകാനും പറ്റില്ല. അവിടെ പോയിട്ട് ID കാർഡ് കാണിച്ചു കഴിയുമ്പോൾ അവർ കടത്തിവിടും. അതല്ല എങ്കിൽ അവർ കടത്തിവിടുകയല്ല. ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റ് 6 മണിയാകുമ്പോഴത്തേനും 2 സൈഡിലും ക്ലോസ് ചെയ്യും. 6 മണിക്ക് മുന്നേ നമുക്ക് ഈ 2 സൈഡിലൂടെ കടന്നു പോകാം. ലാസ്റ്റ് ഇറങ്ങി വരുന്നവർക്ക് ഭാഗ്യം. അതായത് 5:45 ഇവിടുന്ന് കയറി പോയി കഴിഞ്ഞാൽ നല്ല കാഴ്ചയൊക്കെ കണ്ട് അപ്പുറത്ത് പോയി ഇറങ്ങാം അല്ലേ? അതാണ് അവിടെ നിന്ന് പോരുമ്പോഴും 5:45. അതെ. അപ്പൊ ഇനി മഴ കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്കിനി നമ്മുടെ ബാക്കി യാത്ര തുടർന്ന് ഫുഡ് കഴിക്കാം. ബ്രോ നേരെ നമ്മൾ ഗൗരി കൃഷ്ണനിലോട്ട് പോകാം. ഇന്നലെ കഴിച്ചെടുത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം താമസിച്ചതിന് തൊട്ടടുത്ത് ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ ബാക്കി യാത്ര തുടരുന്നതായിരിക്കും. അപ്പോൾ ഇതാ നമ്മളങ്ങനെ ചെക്ക് പോസ്റ്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ അങ്ങോട്ട് പോകുന്ന ആൾക്കാർക്ക് എൻട്രി ടിക്കറ്റ് എടുക്കണം. മാത്രമല്ല വാഹനത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി കൊടുത്തിട്ടേ നമുക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. താങ്ക് യു വിസിറ്റ് അഗെയിൻ എന്നൊരു ബോർഡ് നമ്മൾ കണ്ടു. ഓക്കെ, താങ്ക് യു. ഇനി ഇവിടെ കുറച്ച് ബോർഡുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? പളനിക്ക് 75 കിലോമീറ്റർ, പൊള്ളാച്ചിക്ക് 25 കിലോമീറ്റർ, ടോപ്പ് സ്ലിപ്പിന് 35 കിലോമീറ്റർ. ആനമലൈ അങ്ങനെ ബോർഡിൽ കുറേ സ്ഥലങ്ങളും അതിന്റെ കിലോമീറ്ററും കൊടുത്തിട്ടുണ്ട്. എന്തായാലും പളനി പോയിട്ട് അനുവിനെ മുട്ടയടിപ്പിച്ചിട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു അതിയായ ആഗ്രഹം. അപ്പോൾ നമ്മൾ ഈ ഗൗരി കൃഷ്ണ എന്നൊരു റെസ്റ്റോറൻറ്റിൽ കയറി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. പകരമായിട്ട് മുട്ടയടിക്കുന്നതിന് പകരമായിട്ടാണോ? മുട്ടയടിക്കുന്ന പകരമായിട്ട്. അങ്ങനെ നമ്മളിതാ റെസ്റ്റോറൻറ്റിലേക്ക് എത്തി കേട്ടോ. അപ്പോൾ ഇനി ഗൗരി കൃഷ്ണയിൽ നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ ബാക്കി യാത്ര തുടരുന്നതായിരിക്കും. അനു ബ്രോ, നമുക്കിനി എന്തെങ്കിലും കിട്ടുമോ കഴിക്കാനായിട്ട്? നമുക്ക് ഇവിടുന്ന് കുഴിമന്തി മേടിച്ചാലോ? വെജിറ്റേറിയൻ ഹോട്ടലിൽ ചെന്നിട്ട് ഇച്ചിരി ഓംപ്ലേറ്റും ചേട്ടാ 2 ദോശം തരുമെന്ന് ചോദിച്ചാലോ? ഇവിടെ കുഴിമന്തി ഒന്നും ഇവർക്ക് അറിയത്തില്ല കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഈ സാധനങ്ങൾ ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് തമിഴ്നാട്. അല്ല, ഇവര് നോൺ വെജിനെക്കാളും കൂടുതൽ വെജ് പ്രേമികളാണ്. ഒരു 85% മേലുള്ള ആൾക്കാർ വെജ് അറിയാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ റെസ്റ്റോറന്റ്. ഇവിടെ സെൽഫ് സർവീസ് ആണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളെന്താ പറഞ്ഞോ? എനിക്ക് ഇഡ്ഡലി, എനിക്ക് സാമ്പാർ ഇഡ്ഡലി. ഓക്കെ, എത്ര ഇഡ്ഡലി വേണം പറഞ്ഞു? ഒറ്റ എടുക്കണം. അനിൽ എത്ര ഇഡ്ഡലി വേണം? 10? അനിലിന് 10 ഇഡ്ഡലി. അല്ല, ഇനി ഇവിടുന്ന് കഴിച്ചാൽ ഫുഡ് തന്നെ ഉണ്ടാവില്ല. അപ്പൊ മാക്സിമം ഇവിടുന്ന് കഴിച്ചു. കാരണം ഇനി പോണ കഴിക്കുന്ന ഫുഡല്ല. അതാണ് ഉച്ചക്കത്തെ ഭക്ഷണം ചോദിക്കരുത്. ഉച്ചക്കത്തെ ഭക്ഷണം കൂടി കഴിച്ചു. 4 ഇഡ്ഡലി മതിയോ? വട വേണ്ട. 4 ഇഡ്ഡലി ഒരു വട. എനിക്ക് സാമ്പാർ ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ പുള്ളിക്കറിയാം. ഓർമ്മ മതിയോ? അത് വേണമെങ്കിൽ പിന്നെ വാങ്ങിക്കാം ചേട്ടാ. 4 ഇഡ്ഡലിയും ഒരു വടയും. ഇഡ്ഡലി ഇല്ല. ഞാൻ പ്ലാൻ ചെയ്തത് എനിക്ക് കിട്ടിയില്ല. അതായത് സാമ്പാർ ഇഡ്ഡലി ആയിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത്. ഇഡ്ഡലി തീർന്നു പോയി. അതുകൊണ്ട് ഊത്തപ്പം കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. പ്രതീക്ഷിച്ചത് കിട്ടിയില്ലെങ്കിലും കിട്ടിയത് കഴിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കർത്തവ്യം. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലായിടത്തും കിട്ടണമെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നു. ഇനി നമുക്ക് ഊത്തപ്പം കഴിച്ചിട്ട് നമ്മുടെ ബാക്കി യാത്ര തുടരുന്നതായിരിക്കും. കുറേ നേരം ക്യൂ നിന്നിട്ടല്ലേ ഊത്തപ്പം കിട്ടിയത്? ഇഡ്ഡലി ആയിരുന്നെങ്കിൽ പെട്ടെന്ന് കഴിച്ചിട്ട് പോയായിരുന്നു അല്ലേ? അതെ, നമ്മുടെ ഇടുക്കി ഡാം റിസർവർ കാണാൻ വേണ്ടി ഇത്ര ക്യൂ നിൽക്കേണ്ട കാര്യം. ഇടുക്കി ഡാമോ? അല്ല, അവിടെ കാണാൻ വേണ്ടി ക്യൂവിൽ ഇത്ര നേരം നിൽക്കേണ്ട കാര്യമില്ല. ഇടുക്കി ഡാമിന്റെ അവിടെ. അല്ലെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിൽ പോലെ കൂടുതലും നമ്മൾ ഈ ദോശയും ചട്നിയും സാമ്പാറും ഇഡ്ഡലി വട അതൊക്കെ കഴിക്കാറുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതാ നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മൾ എങ്ങോട്ട് ലക്ഷ്യമാക്കി? മറയൂർ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നു. മറയൂർ ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പം 70 കിലോമീറ്റർ നമുക്ക് സഞ്ചരിക്കാനുണ്ട്. 70 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും പെട്ടെന്ന് എത്തുമെന്ന്. ഒരിക്കലുമില്ല. നമ്മള് ഇന്നലെ വന്ന സമയം വെച്ച് നോക്കുകയാണെങ്കിൽ വൈകിട്ടാകുമ്പോൾ എത്തുമ്പോൾ. കാരണം നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇറങ്ങി വിഷലൊക്കെ എടുത്ത് ഡ്രോണൊക്കെ പുറത്തേക്ക് വരുമ്പോഴത്തേനും കുറച്ച് സമയം അങ്ങനെ അങ്ങ് പോകും. പിന്നെ അത് മാത്രമല്ല, വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് റോഡിന്റെ സൈഡിലുള്ള മരങ്ങളാണ്. അത് ശരിക്കും നമ്മൾ ഈ ഒരു യാത്രയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ്. ഇപ്പോഴല്ല, മഴക്കാല സമയത്തല്ല, വേനൽക്കാല സമയത്ത് അത് നല്ലൊരു അനുഗ്രഹമാണ്. തണൽ മരങ്ങളാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഒരു ആശ്വാസം. അതാണ്
അതാണ് ഈ ഒരു കാലാവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഉപകാരപ്പെട്ടില്ലെങ്കിലും വേനൽക്കാലത്ത് ഈ മരങ്ങളൊക്കെ ശരിക്കും ഉപകാരപ്രദമാണ്. ഇവിടെ കൂടുതൽ ഇങ്ങനെ പുളിമരങ്ങളാട്ടോ വെച്ചേക്കുന്നേ. പുളിമരങ്ങളുണ്ട്, പിന്നെ വാഗയുണ്ട്. ആ പാട്ട് നല്ലൊരു പാട്ടുകാരനായിരുന്നു. നമുക്ക് 2 പാട്ട് നിങ്ങളെ പാടി കേൾപ്പിക്കാമായിരുന്നു. പക്ഷെ നമുക്ക് പാട്ട് പറയാൻ വേണമെങ്കിൽ വാഗപ്പൂ അല്ലേ? അതെ. അപ്പൊ വാഗപ്പൂവിന് കുറെ ഗുണങ്ങളൊക്കെ ഉണ്ട്. നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ നഖത്തേലൊക്കെ കൊട്ടിച്ച് വെച്ചിട്ട് അനൂപ് യക്ഷ്യ എന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കുമായിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് വാഗപ്പൂവിന്. അങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തമിഴ്നാട്ടിലൂടെയുള്ള യാത്ര തുടരുകയാണ്. നമ്മൾ ഭക്ഷണം കഴിച്ച സ്ഥലത്തിന്റെ അവിടെ നിന്ന് അല്പദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ ആളിയാർ ഡാമിന്റെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കയറാനായിട്ട് ടിക്കറ്റ് ഒക്കെ കൊടുക്കുന്ന സ്ഥലമുണ്ട്, എൻട്രി ടിക്കറ്റ് ഒക്കെ കിട്ടുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ കയറി കഴിഞ്ഞാൽ ആളിയാർ ഡാമും അതോടൊപ്പം തന്നെ അതിനോട് ചേർന്നൊരു പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കയറി കഴിഞ്ഞാൽ അവിടെ വേണമെങ്കിൽ കുറച്ചു നേരമൊക്കെ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മൾ കടന്നു വരുന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു അല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ കയറാനായിട്ട് സാധിച്ചില്ല. ഇനി അഥവാ കയറി കഴിഞ്ഞാൽ കുറച്ച് സമയം നമ്മൾ പോകും. ടിക്കറ്റ് എടുക്കാൻ തന്നെ ഒരു 10-15 മിനിറ്റ് പോകും. പിന്നെ ഓൾറെഡി നമ്മൾ ആ ഡാമിന്റെ കാഴ്ചകളെല്ലാം തന്നെ 2 മലയ്ക്ക് മേളിലും അടിവാരത്തും നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ മേളിൽ നടക്കുന്ന ഒരു വ്യൂ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് യാത്രയിൽ തീർച്ചയായിട്ടും അവിടെ വേണമെങ്കിൽ എൻട്രി ടിക്കറ്റ് എടുത്ത് പോകാൻ പറ്റും കേട്ടോ. അതാണ് നമ്മൾ മെൻഷൻ ചെയ്തേക്കുന്നത്. അപ്പം വാൽപ്പാറയൊക്കെ ഒരു സമയത്ത് നിങ്ങൾ ആളിയാർ ഡാമിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ, കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അവിടെ എൻട്രി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആളിയാർ ഡാമിലേക്ക് ഉള്ളിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണുന്നതിനോടൊപ്പം കുട്ടികൾക്ക് വേണ്ടി കളിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ച് നേരമൊക്കെ സമയം സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്തായാലും നമ്മൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ നിന്നില്ല, കാരണം നമുക്കിനി ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. പിന്നെ ഇന്ന് എല്ലാവർക്കും തിരിച്ച് വീടുകളിലേക്ക് എത്തേണ്ടയും കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്നുള്ള യാത്ര മുന്നോട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് തെങ്ങും തോപ്പുകളാണ്. ഇവിടുത്തെ പ്രധാന കൃഷി എന്ന് പറയുന്നത് തെങ്ങാണ് കേട്ടോ. എവിടെ നമുക്ക് നോക്കിയാലും തെങ്ങാണ് നമുക്ക് കാണാൻ സാധിക്കുക. നാളികേരത്തിനൊക്കെ ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നല്ല വിലയല്ലേ? നമുക്ക് ഇവിടെ കുറച്ച് മേടിച്ചിട്ട് പോകാം വേണമെങ്കിൽ. ഒരു 10 കിലോ നാളികേരം മേടിച്ചിട്ട് പോകാം, നല്ല ലാഭം. ഇപ്പൊ എന്താ നമ്മുടെ നാട്ടില് 50 നമ്മുടെ മുത്തച്ഛന്റെ കാലത്ത്. ഇപ്പൊ നമ്മള് 90 രൂപ വില കൊടുക്കണം ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക്. ശരിക്കും പറഞ്ഞാല് നമ്മളല്ല വീട്ടിൽ കറി വെക്കണമെന്ന് നമ്മൾ ചിലപ്പോൾ അന്വേഷിക്കാറില്ല. പക്ഷെ അന്വേഷിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, എന്തിനാണ് ഒരു മാസത്തെ നമ്മുടെ ബഡ്ജറ്റ് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഭയങ്കര ഈ പ്രാവശ്യം ചെലവ് കൂടിയല്ലോ. എന്താന്ന് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് നാളികേരത്തിന്റെ വിലയായിരുന്നു. എണ്ണയ്ക്ക് 500 രൂപയുടെ അടുത്തായി. നമ്മുടെ നാട്ടിലെ തെങ്ങുകളെല്ലാം തന്നെ ഒരുപാട് നശിച്ചു പോയിരിക്കുന്നു. അപ്പം പുറത്തുനിന്നാണ് ഇപ്പം നാളികേരൊക്കെ ഒരുപാട് കൊണ്ടുതന്നെ. അതൊക്കെ പണ്ടായിരുന്നു. കേരം നിലകളില്ല. ഇവിടുത്തെ തമിഴ്നാട്ടിലാണ് തെങ്ങ് കൂടുതലായിട്ട്, ഇവിടുന്നാണ് കൂടുതലായിട്ടും വരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വിലയായത്. എന്തായാലും നമുക്ക് നിലവിൽ ഇപ്പോൾ ഇവിടെ വില എത്ര എന്നുള്ളത് അറിയത്തില്ല, കാരണം നമുക്ക് അതിനുള്ള സമയം ഇറങ്ങി ചോദിക്കാനായിട്ട്. പിന്നെ ഇതെല്ലാം തോട്ടങ്ങളാണ്. അപ്പൊ തോട്ടത്തിൽ ചെന്നിട്ട് ഇതിന്റെ ഉടമസ്ഥനെയൊക്കെ കണ്ടുപിടിച്ച് വിലയൊക്കെ ചോദിച്ചു വരുമ്പോഴത്തേന് നമുക്ക് പോക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വരും. കാരണം അങ്ങനെ കാണ്ടമായിട്ടും കിടക്കുക, അത്ര ദൂരത്തിൽ അങ്ങനെ കിടക്കണം വിശാലമായിട്ട്. നോക്കിയാലും തെങ്ങിൻ തോപ്പുകളല്ലേ. ഒരു തെങ്ങ് കയറിയാൽ പിന്നെ അടുത്ത തെങ്ങിലോട്ട് പിന്നെ നിലത്തിറങ്ങേണ്ട കാര്യമില്ല. കമുങ്ങിയിലൊക്കെ ആടും പോലെ ഇങ്ങനെ ചാടി കയറാം. അത്രമാത്രം അടുപ്പിച്ചാണ് തെങ്ങ് വെച്ചാണ്. പക്ഷെ എന്നിട്ട് ഇവിടുത്തെ തെങ്ങിന് നല്ല കായ്കളൊക്കെ ഉണ്ട്. ഇവിടെ തെങ്ങ് നല്ല രീതിയിൽ ഒരു കൃഷി ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ നല്ല വില. എനിക്ക് ഈ ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു നമ്മുടെ ആ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ ഇവിടെ കുറച്ചുകൂടെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ്. അതെ അതെ. അപ്പം കൃഷിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ തെങ്ങാണ് ഇവിടുത്തെ പ്രധാന കൃഷി അല്ലെങ്കിൽ വരുമാന മാർഗ്ഗം ഇവരുടെ ഈ ഗ്രാമത്തിലുള്ളവരുടെ, അതായത് ആളിയാർ ഭാഗങ്ങളിലുള്ളവരുടെ. പിന്നെ മാത്രമല്ല ഈ ആളിയാർ ഡാമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിനോട് ചുറ്റപ്പെട്ട് കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവരുടെ ക്വാർട്ടേഴ്സുകളും അവരുടെ ബിൽഡിങ്ങുകളൊക്കെയാണ് നമ്മൾ പോരുന്ന വഴിയിലൊക്കെ നമ്മൾ കാണുന്നത്. അതെ, ഇവിടെ ഒരു പുഴയാട്ടോ. പക്ഷേ നമ്മുടെ നാട്ടിലെ പുഴയാണെങ്കിൽ നിറച്ച് വെള്ളം ഇവിടെ, പക്ഷെ വെള്ളമില്ലാത്ത പുഴകളാണ്. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം മഴക്കാലം, അല്ലെങ്കിൽ മഴക്കാലം എന്ന് പറയാനായിട്ട് അധികം കാലങ്ങളില്ല, കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ സമയത്ത് കിട്ടുന്ന വെള്ളമൊക്കെ അവർ സൂക്ഷിച്ചുപയോഗിച്ചിട്ടാണ് അവർ കൃഷി ചെയ്യുന്നത്. അതെ, നമ്മുടെ നാട്ടിലാണ് ശരിക്കും മഴക്കാലമൊക്കെ വളരെ നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ തമിഴ്നാട്ടിൽ അങ്ങനെ പൊതുവെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ കേരളത്തിനോട് ചേർന്ന് നിൽക്കുന്ന ബോർഡർ പ്രദേശങ്ങളിൽ മഴ കിട്ടും. അതിന് പറയുന്നത് റെയിൻ ഷാഡോ റീജിയൻ എന്നാണ്. അപ്പോൾ ഈ പൊള്ളാച്ചിയും അതോടൊപ്പം തന്നെ നമ്മുടെ തെങ്കാശിയും പിന്നെ ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കമ്പം, ആ ഒരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും ഒക്കെ നമ്മുടെ നാട്ടിൽ മഴ പെയ്യുന്നതനുസരിച്ച് അതിന് ചുറ്റപ്പെട്ട പ്രദേശങ്ങളിൽ, കേരളത്തിനോട് ചുറ്റപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ അവർക്ക് മഴ കിട്ടും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ നമ്മൾ കണ്ടിരിക്കുന്നത് തെങ്ങാണ് കൂടുതൽ. ഇപ്പോൾ പൊള്ളാച്ചിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാം കുറേ തെങ്ങിൻ തോപ്പുകൾ കാണാം. ഒരുപാട് നാളികേരങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത് ആ ഭാഗങ്ങളിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു റൂട്ടിലുള്ള കാഴ്ചകൾ പറയാനാണെങ്കിൽ തെങ്ങിൻ തോട്ടത്തിന്റെ നമുക്ക് ഇതിന്റെ ഒരു ഡ്രോൺ ഷോട്ട് എടുക്കാലോ. നല്ല രസമായിരിക്കും അല്ലേ? ഈ റോഡും ഈ ഒരു തെങ്ങിൻ തോപ്പൊക്കെ നല്ല ഭംഗിയായിരിക്കും. ഒരു ഏരിയൽ വ്യൂ ആണ്. അവിടെ ഒതുക്കാം. അപ്പൊ അനു പറയുന്നത് ഇതിന്റെ ഒരു ഡ്രോൺ വിഷ്വൽ അത് കണ്ടാലോ നിങ്ങൾക്ക് ഈ ഒരു സംസാരത്തിനിടയ്ക്ക് ഒരു സെറ്റ് ആവുള്ളത് എങ്ങനെയാണ് ഇരിക്കുന്നത് നിങ്ങൾ കാണിച്ചു തരട്ടെ. അതാണ് അനുവിന്റെ ആ ഒരു ബുദ്ധിപരമായ നീക്കം
എന്നെ കടാതെ ആകർഷിച്ചിരിക്കുന്നത്. അപ്പം ഇനി ഡ്രോൺ പറത്തിക്കൊണ്ട് നമുക്ക് ഈ വിഷ്വൽസ് കണ്ടുകൊണ്ട് നമ്മുടെ യാത്ര മുന്നോട്ട് തുടരുന്നതാണ്. അങ്ങനെ അനൂപ് ഡ്രോൺ വിഷ്വൽസ് ഒക്കെ എടുത്ത് നമ്മളെ കാണിച്ചിരിക്കുകയാണ്. എത്ര മനോഹരമായ തെങ്ങുംതോപ്പുകളെന്ന് നിങ്ങൾ കണ്ടല്ലോ. ആ ഒരു ഡ്രോൺ വിഷ്വൽ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് എത്രമാത്രം വിശാലമായിട്ടാണ് കൃഷി ചെയ്തിരിക്കുന്നത് നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ പറയുന്നതിനേക്കാളും നല്ലതല്ലേ നമ്മളത് കാണുമ്പോൾ അല്ലേ ഒരു ഏരിയൽ വ്യൂ കിട്ടുമ്പോഴത്തേനും നല്ലൊരു കാഴ്ചയാണ് അത്. അപ്പോൾ എന്തായാലും ആ ഒരു കാഴ്ചയൊക്കെ കണ്ടതാ നമ്മളങ്ങനെ മുന്നോട്ടുള്ള യാത്ര ഇങ്ങനെ തുടരുകയാണ്. ഇനിയിപ്പം കുറച്ചുകൂടിയൊക്കെ ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞ് അനൂപ് പറയുന്നത് ഒന്ന് പെട്രോൾ അടിക്കണം എന്നുള്ളതാണ്. അതെ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പെട്രോളൊക്കെ അത്യാവശ്യം വിലയുണ്ടല്ലോ. ഇവിടെ എന്തായാലും 2-3 രൂപയെങ്കിലും കുറച്ച് കിട്ടുമായിരിക്കും അല്ലേ? 2 രൂപ എന്തായാലും കുറവുണ്ട്. നമ്മുടെ കേരളത്തിനേക്കാളും 2 രൂപ കുറവുണ്ട്. 2 രൂപ കുറവെങ്കിൽ 2 രൂപ കുറവ്. അതെ, നമ്മളിപ്പോ 20 ലിറ്റർ അടിക്കുകയാണെങ്കിൽ 2 രൂപ 40 രൂപ ലാഭമല്ലേ? പിന്നെ 2 ജ്യൂസ് കുടിക്കാം. അത് ശരിയാ. അങ്ങനെ ചിന്തിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ജ്യൂസ് കുടിക്കാനുള്ള പൈസ നമുക്ക് അങ്ങനെ ഉണ്ടാകാം. അപ്പൊ നമുക്ക് പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും പോയിട്ട് കുറച്ച് പെട്രോളൊക്കെ അടിച്ച് നമ്മുടെ യാത്ര ഇനി മുന്നോട്ട് തുടരും. പിന്നെ ഇനിയിപ്പോ എത്ര ദൂരം ഉണ്ട്? നമ്മൾ അത്യാവശ്യം ഇനിയിപ്പോ ഒരു 10-60 കിലോമീറ്റർ 50 to 60 അതിന്റെ ഇടയ്ക്ക് ഉണ്ടാവും. നമ്മളൊരു 10-20-15 കിലോമീറ്റർ പോകുന്നില്ലേ ഇപ്പൊ അവിടെ? ശരിയാ. ഈ പറയുന്ന നമ്മളിപ്പോ എത്ര ദൂരം ഓടി? നമ്മൾ ഏകദേശം ഒരു 247 കിലോമീറ്ററോളം നമ്മളിപ്പോ ഓടിയുണ്ട് ടോട്ടൽ. അത്ര ഓടിയല്ലേ? അതാണ് നമ്മൾ ഇനി പോണെങ്കിൽ ഇനി അത്ര കൂടെ കിലോമീറ്റർ ഓടാണ്ട്. അത്ര ഉണ്ടോ? 200 കിലോമീറ്റർ അടുത്ത് ഓടാണ്ട്. കാരണം 100 കിലോമീറ്റർ മൂന്നാർ വരെ ഉണ്ട്. മൂന്നാറിന് ഒരു 50 to 60 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ മറയൂർ കാന്തല്ലൂരൊക്കെ പോരുമ്പോ തന്നെ 2.5 മണിക്കൂർ യാത്രയുണ്ട്. ഒരു 400-450 കിലോമീറ്റർ അടുപ്പിച്ച് പിടിപ്പിക്കുന്നുണ്ട് നമ്മള് അല്ലേ 2 ദിവസമായിട്ട്. മോനെ ഡ്രൈവ് അല്ലേ, നിങ്ങൾ ഡ്രൈവ് അല്ലേ ഉദ്ദേശിച്ചേ? അപ്പൊ നമ്മള് മാക്സിമം ഡ്രൈവ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് മഴക്കാല ഡ്രൈവ്. ശരിക്കും പറഞ്ഞാൽ ഈ യാത്ര നമുക്ക് ഒട്ടും ബോറടിക്കില്ല കേട്ടോ. നമുക്ക് ആളിയാറിൽ നിന്ന് ആ ഒരു ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിക്ക് എത്തുന്ന വരെ ഉള്ളൂ നമുക്ക് ഗ്രാമങ്ങളൊക്കെ ഉള്ളൂ. ബാക്കി മൊത്തം തന്നെ നമുക്ക് ഫോറസ്റ്റാ റൂട്ടിക്കട. എനിക്ക് തോന്നുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് റൂട്ടിക്കട യാത്ര ചെയ്ത് ഈ റൂട്ടായിരിക്കും അല്ലെ? പിന്നെ അതായത് നമ്മൾ ആലോചിച്ചോണം, നമ്മള് മലയാറ്റൂരിൽ നിന്ന് ആരംഭിച്ചല്ലേ? മലയാറ്റൂരിൽ നിന്ന് നമ്മൾ നേരെ ആതിരപ്പള്ളി, വാഴച്ചാല്, മലക്കപ്പാറ, വാൽപ്പാറ, അത് കഴിഞ്ഞ് വാൽപ്പാറയെന്നാണ് കാഴ്ചകളുള്ളത്. അത് കിട്ടലാൻ കാഴ്ചകളാട്ടോ. പിന്നെ ആനമല ടൈഗർ റിസർവിലൂടെ നമ്മൾ വന്നുകൊണ്ട് നമുക്ക് അധികം ഡ്രോൺ ഷോട്ട് അവിടെ എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ മാക്സിമം നിങ്ങൾ കണ്ടല്ലോ ആ വ്യൂ. അത്ര തന്നെ. അപ്പൊ ഈ വീഡിയോ കാണാത്തവരെ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പോയി നോക്കിയാൽ മതി, തീർച്ചയായിട്ടും കാണാൻ പറ്റും കേട്ടോ. അതാണ്. അപ്പൊ എന്തായാലും അങ്ങനെ ആനമല ടൈഗർ റിസർവ് ഒക്കെ കടന്ന് നമ്മൾ ഇനി കുറെ ദൂരം ഗ്രാമങ്ങളിലൂടെയും കുറച്ച് നഗരങ്ങളിലൂടെയും പിന്നെ വനമേഖലകളിലൂടെയൊക്കെ യാത്ര ചെയ്ത് നമ്മുടെ യാത്ര ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി വഴി കാന്തല്ലൂര്. അതെ, നമ്മുടെ നയരാന്ന് ഒരു പെട്രോൾ പമ്പ് ഉണ്ട് അവിടെ കയറിട്ടോ. ഇതെല്ലായിടത്തും ഉള്ള പമ്പ്. അപ്പൊ സെയിം പെട്രോൾ നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കാം, അല്ലെ വിശ്വസിക്കാം. പെട്രോൾ ഉണ്ടല്ലോ, പക്ഷെ മാറ്റിയടിക്കോ ഡീസലല്ലോ? ഇല്ലില്ല, പറഞ്ഞ് സെറ്റാക്കാം. അപ്പൊ നമ്മളിത് ഇവിടുന്ന് പെട്രോൾ അടിച്ചു. പെട്രോളിന് വെറും 101.92 അല്ലേ? 101.92. നമ്മുടെ നാട്ടില് 106-46 അത്ര സംതിങ് കണ്ട. അപ്പൊ ഏകദേശം ഒരു 4 രൂപയോളം നമുക്ക് ലാഭമായി കേട്ടോ. അപ്പൊ 2 രൂപ അല്ല, 4 രൂപ ലാഭമായി. അപ്പൊ തമിഴ്നാട് വരുമ്പോ ഫുൾ ടാങ്ക് അടിച്ചിട്ട് കേട്ടോ നിങ്ങള്. ഫുൾ ടാങ്ക് അടിക്കുന്നവർക്ക് ഭയങ്കര ലാഭമാവും അല്ലേ? അത് ആലോചിക്ക്, ഒരു 30 അല്ലെങ്കിൽ 30 ലിറ്റർ അടിക്കുന്നവർക്ക് എത്ര കിട്ടും? തീർച്ചയായും. പിന്നെ മാത്രമല്ല, ഇന്ത്യൻ ഓയിലോ അല്ലെങ്കിൽ ഭാരത് പെട്രോളിയോ പോയാൽ കുറച്ചുകൂടെ കുറയും. പക്ഷെ നയരാന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു ഡെൻസിറ്റി കൂടുതലാണ് അവർ പറയുന്നത്. മൈലേജ് ഒക്കെ ഡെൻസിറ്റി കൂടുതലുള്ളതുകൊണ്ട് അപ്പൊ അങ്ങനെ കുറച്ച് കുറവുണ്ട്. പിന്നെ ചില നയര പമ്പുകളിൽ 3 രൂപ കുറവുണ്ട്. അത് ആ കമ്പനി കൊടുക്കുന്ന ഓഫർ ഇപ്പൊ നിലവിൽ കഴിഞ്ഞോ? ഓഫറിലാണ് ഇത്ര നാൾ അടിച്ചോണ്ടിരുന്നത് നമ്മുടെ ഗല്ല. അപ്പൊ അങ്ങനെ നിങ്ങൾ തമിഴ്നാട്ടിലെ വിലയ്ക്ക് നിങ്ങൾ കേരളത്തിൽ അടിച്ചോണ്ടിരുന്നത്. നമ്മൾ അതല്ല, ആദ്യമായിട്ട് ഈ ഓഫർ ആണെന്ന് അറിയത്തില്ലല്ലോ. നേരെ പമ്പിൽ അടിച്ചപ്പോൾ അമ്മമാരെ കുറച്ച് തന്നു പെട്രോൾ. അപ്പൊ അന്നേരം ചോദിച്ചപ്പോൾ മനസ്സിലായത് ഈ ഓഫറിലായിരുന്നു. അങ്ങനെ കുറച്ചുകൂടിയൊക്കെ ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ചെറിയ ടൗണിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്.
ഏതായിരുന്നു സ്ഥലത്തിന്റെ പേര്? ഗുല്ലിയോ? ദില്ലി എന്നല്ല, ദുല്ലി. ദുല്ലി. നിങ്ങൾ മറ്റേ വിജയുടെ സിനിമ ഗില്ലി ഓർത്തോണ്ടിരിക്കുവായിരിക്കും. ദുല്ലി എന്ന ഒരു ചെറിയ ഗ്രാമമൊക്കെ പിന്നിട്ട് നമ്മൾ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് ഏത് റൂട്ടിലാണ്? നമ്മൾ മൂന്നാർ റൂട്ടിലാണ്. അല്ലെ, ഉടുമ്പൽപേട്ട മൂന്നാർ റൂട്ടിലാണ് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. കുറച്ചുകൂടിയൊക്കെ ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റ് തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് മുന്നോട്ടുള്ള യാത്ര പിന്നെയും തുടരാം. എന്തായാലും നമുക്കറിയാം, തമിഴ്നാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോഴത്തേനും ഇതുപോലെ ചെറിയ ചെറിയ വീടുകൾ നമുക്ക് കാണാൻ കഴിയും. ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ഇങ്ങനെ ചെറിയ ചെറിയ വീടുകളായിരിക്കും. എന്നാലും ആ വീടിനും അതിൻ്റെതായ ഭംഗിയുണ്ട്. നമുക്ക് വലിയ മാളികൾ കെട്ടി താമസിക്കണം എന്നുള്ള ഒരു നിയമമൊന്നും ലോകത്തില്ല. നമ്മുടെ സാമ്പത്തികത്തിനനുസരിച്ച് ജീവിക്കുക സന്തോഷത്തോടെ, അല്ലേ അനുവേ? അത്രേ ഉള്ളൂ. ഒരുപാട് വലിയ വീടിന്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് കൃഷിയും അതോടൊപ്പം തന്നെ കൂലിപ്പണിയൊക്കെ ആയിരിക്കും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം വീടൊന്നുമല്ല അവരെ സംബന്ധിച്ച് ഒരു വലിയ ഒരു അംബിഷൻ എന്ന് പറയുന്നത്. അവര് ഒരു ദിവസം കഴിഞ്ഞുകൂടാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് അതാണ് നമ്മുടെ കൊട്ടാരം, അതാണ് സ്വർഗം. അതായത് നമ്മൾ ഈ ഗ്രാമക്കാഴ്ചകൾ പറയുമ്പോൾ തന്നെ നമ്മുടെ വലതു ഭാഗത്തേക്ക് നോക്കിയാൽ കാണാം ആനമലൈ. അതെ, ഒരു രക്ഷയില്ല. വലിയ ആനയുടെ വലിപ്പമുള്ള മലകളാണ്. ആനമല എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു പേരിന് അനർത്ഥമാക്കുന്ന രീതിയിലുള്ള മലകളാണ്. അതായത് ആനമലൈ എന്ന് ഉദ്ദേശിക്കുന്നത് ആനയുടെ ആ ഒരു രൂപത്തിലുള്ള അല്ലെങ്കിൽ അതിന്റെ ഒരു ശരീരവുമായി ബന്ധപ്പെട്ടുള്ള മല, അല്ലെ? നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ മല ഇങ്ങനെ കാണാനില്ല കേട്ടോ. ഇത്രയും വലിയ മലകളില്ല. അതെ അതെ, അടുപ്പിച്ചുള്ള. ഇത് ശരിക്കും റോക്കാണ്. ആ ഒരു പാറ അത്രയും വലിയൊരു പാറയായിട്ടില്ലേ. നമ്മുടെ നാട്ടിൽ മല എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഗ്രീനിഷ് ആയിരിക്കും. അങ്ങനെ റോക്കുകൾ മാത്രമുള്ള മലകൾ നമുക്ക് കുറവല്ലേ? വളരെ കുറവാണ്. അപ്പൊ ഇതിങ്ങനെ വലിയ മലകളാണ്. ഇങ്ങനെ എന്താ പറയാ, വലിയ മലകൾ ഇങ്ങനെ കയറി ഇറങ്ങി, വലിയ മലകൾ ഇങ്ങനെ കയറി ഇറങ്ങി. ഈ റോക്കൊക്കെ ഇങ്ങനെ എത്രയും വലുതായിട്ടുണ്ടായി. ഒരുപാട് കോടാനുകോടി വർഷങ്ങൾ കൊണ്ടുണ്ടായിരിക്കുന്ന പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ടാണ് അത് ഇങ്ങനെ വലിയ മലകൾ ഉണ്ടാകുന്നത്. ശരിക്കും നമ്മളെ അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ് ഈ ഒരു വഴിക്കൂടെ പോകുമ്പോൾ. ഇത് നല്ല ഭംഗിയുള്ള. ഓ, അങ്ങോട്ട് നോക്കിയാനേ എന്റെ മോനെ, വേറെ ലെവല് ഫ്രെയിം നോക്കിയോ. ആ ഫ്രെയിം നോക്കിയേ, അടിപൊളി ഫ്രെയിം. അങ്ങനെ കുറച്ചുകൂടിയൊക്കെ ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മനോഹരമായ ഒരു ഫ്രെയിം കാണാൻ സാധിച്ചു. ഫ്രെയിം മാത്രമല്ല, ഇവിടെ ഒരു കൃഷി ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, വളരെ വിശാലമായിട്ട് ഇത് കൃഷി ചെയ്തിരിക്കുകയാണ്. ഇതെന്താണെന്നല്ലേ, ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇങ്ങനെ വിശാലമായിട്ട് കൃഷി ചെയ്തിരിക്കുന്നത്. ആ ഒരു മലയുടെ താഴ്വാരത്തിൽ ഈ ഒരു കൃഷി നമുക്ക് കാണാനായിട്ട് എന്ത് ഭംഗിയാണെന്നറിയോ. ഇങ്ങനെ കുറേ ഭാഗങ്ങളിലായിട്ട് അത് കൃഷി ചെയ്തിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട്. നല്ല ഭംഗിയുള്ളൊരു കാഴ്ച. പോകുന്ന വഴിയിലൊക്കെ നോക്കി എന്ത് പുളിമരങ്ങളാണെന്നറിയോ. നമ്മുടെ റോഡിൻ്റെ ഇരുവശങ്ങളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം പുളിമരങ്ങൾ ഇങ്ങനെ കാണാൻ കഴിയും. എന്തായാലും നമ്മൾ പോകുന്ന വഴി കണ്ട കാഴ്ചയാണ്. ജസ്റ്റ് ഒന്ന് നിർത്തി ഇവിടെ നിന്ന് ഒരു ഡ്രോൺ ഷോട്ടും കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നിർത്തിയതാണ്. ഡ്രോൺ ഷോട്ടിൽ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ആ ഒരു കൃഷി എത്രമാത്രം വിശാലമായിട്ടാണ് കൃഷി ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് പോകുന്ന വഴി കണ്ട ഒരു കാഴ്ചയാണ് മലയുടെ താഴ്വാരത്തിൽ കൃഷി ചെയ്യുന്ന ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷി. ഡാം 6 കിലോമീറ്റർ, ചിന്നാർ 14, മറയൂർ 33, മൂന്നാർ 63. വരുമ്പോഴേ ക്രൊക്കഡൈലിന്റെ ഒരു ഫോട്ടോ കൊടുത്ത് ക്രൊക്കഡൈൽ പാർക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും വരുമ്പോൾ കാണുന്ന സാധനമല്ലേ? അതെ. അങ്ങനെ ഒരു ചെക്ക് പോസ്റ്റ് നമ്മൾ കടന്നിരിക്കുകയാണ്, അല്ലേ? അതെ, എല്ലാം ഓപ്പൺ ആട്ടോ. ഇവിടെ ഒന്നും കൊടുക്കുന്നില്ല, ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കണ്ട, അല്ലെ? കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ വേണോ? ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് എത്തുമ്പോഴത്തേനും വേണം. അവിടെ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഓ, കുറച്ചുകൂടെ ചെറിയ വഴിയായില്ലേ? യാ മോനെ, പുലി 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 പുലി. ഇടയ്ക്കിടയ്ക്ക് അനിൽബായിരുന്ന തമിഴ് വായിക്കുന്നുണ്ട്. തമിഴ് അറിയാന്ന് പറഞ്ഞ തമിഴ് വായിക്കുന്നുണ്ട്. അതെ അതെ, നമുക്കറിയില്ലാത്തോണ്ട്. അല്ല, നമുക്കറിയില്ലാത്തോണ്ട് രക്ഷപ്പെട്ടു. നമ്മളെന്തും വിശ്വസിക്കും. കാപ്പാക്കെന്നൊക്കെ പറയുന്നുണ്ട്. കാപ്പാത്തങ്കോ എന്നല്ലേ, അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. ആ വാക്കൊക്കെ ഞങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ക്ലൗഡിയാണോ അപ്പറേ മേഘം, ആകാശം? ചാൻസ് ഉണ്ടല്ലേ. ഇങ്ങോട്ട് വന്നപ്പോ വഴിക്ക് വളരെ വീതി കുറഞ്ഞു കേട്ടോ. അത് മറ്റേ പൈപ്പ് ലൈന് വേണ്ടി കുഴിച്ചതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കണ്ടിട്ട്. കുളമാക്കി തോന്നുന്നു. എന്തായാലും നമുക്കിവിടെ വണ്ടി ഓടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല ഷാജേട്ടാ. എന്നാണോ? പോലീസിന്റെ ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. കുറച്ചുകൂടെ അപ്പുറത്തോടെ പോയി കഴിഞ്ഞാൽ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. സേവ് വൈൽഡ് ലൈഫ്. അത് നമ്മൾ എന്തായാലും സേവ് ചെയ്യുമല്ലോ. ഹൈവേ ഡിപ്പാർട്ട്മെന്റ്. എന്തായാലും നമുക്ക് ഒരു ഫോർച്യൂണർ വരുന്നുണ്ട്. അദ്ദേഹത്തിനൊന്ന് കടത്തിവിട്ടാലേ, കാണുമ്പോൾ തന്നെ പേടിയാവും. ആ ഫ്രണ്ടിൽ ആ ഗാർഡൊക്കെ വെച്ചേക്കുന്നുണ്ടേ, ഒരു വലിയ ഒരു ജീവി വരുന്നു വരെ. ഈ മറയൂരുള്ള കാടുകളുടെ പ്രത്യേകത അറിയോ? ഇല്ല. അതായത് ശരിക്കും പറഞ്ഞാൽ പൊക്കം ഇല്ലാത്ത മരങ്ങൾ അങ്ങനെ ചെറിയ ഹൈറ്റിലാണ് ഇവിടെയുള്ള കാടുകൾ. നമ്മുടെ അവിടെയുള്ള ഇടുക്കിയിലുള്ള കാടുകൾ അല്ലെങ്കിൽ നമ്മുടെ വയനാടുള്ള കാടുകളിൽ മറ്റേ മസനഗുഡിക്ക് പോകുമ്പോൾ മാത്രമേ പൊക്കമില്ലാത്ത മരങ്ങളുടെ കാടുകളുള്ളൂ. പിന്നെ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലും പൊക്കമില്ലാത്ത മരങ്ങളാണ്. അതുപോലെ തന്നെ അതേപോലെ തന്നെ മരങ്ങൾ ഇവിടെ വരുമ്പോൾ അതിനൊരു തന്നെ നിത്യഹരിത മരങ്ങളോ അങ്ങനെ എന്തോ ഒരു പേര് പറയുന്നുണ്ട്.
ആണെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെയാണ് പറയണത്, ഈ പൊക്കം കുറഞ്ഞ മരങ്ങളുള്ള വലിയ വലിയ ഭയങ്കര. അപ്പൊ ഇടുക്കിയിലൊക്കെ കടലിൽ പോയ ഭയങ്കര പൊക്കം കൂടിയ മരങ്ങളല്ലേ, അതെ, ചെറിയ മരങ്ങളില്ല. ഇവിടെ എങ്ങനെ കണ്ടോ കണ്ടോ, അത് കാടാണ്, പക്ഷെ കുഞ്ഞു കുഞ്ഞു മരങ്ങൾ മാത്രമേ ഉള്ളൂ. പോകുന്ന വഴി മുഴുവനും പുളിമരങ്ങളാട്ടോ. കരി കുടിക്കാം, കരിക്ക് വേണമെങ്കിൽ കുടിക്കാന്നുള്ള കേസേ ഉള്ളൂ. വിശപ്പൊന്ന് വേണമെങ്കിൽ താൽക്കാലികമായിട്ട് ശമിപ്പിക്കാം. അവിടെ ചെക്ക് പോസ്റ്റ് കണ്ടോ, അവിടെ നമ്മൾ എഴുതി കൊടുക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞ ചെക്ക് പോസ്റ്റ് ആണ്. അവിടെ നമുക്ക് അവിടെ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എഴുതി കൊടുക്കണം. നമുക്ക് അവിടെ ഒതുക്കാം. അനുപേ ആ ഭാഗത്ത് വണ്ടിക്ക് ഇടാനുള്ള സ്പേസ് ഉണ്ട്. അവിടെ ഇവിടെ ഒതുക്കിക്കോ, നല്ല സ്പേസ് കിടക്കുക. ഇവിടെ ഒരു കരിക്കടയുണ്ട് തന്നെ, അപ്പോൾ ഇവിടെ ഒതുക്കിക്കോ. ഇനി നമ്മൾ ചെക്ക് പോസ്റ്റിൽ എഴുതി കൊടുത്തിട്ട് വേണം നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാനായിട്ട്. അതിന് മുന്നേ നമ്മൾ കരിക്ക് കുടിക്കുന്നു. കരിക്ക് കുടിച്ചിട്ട് നമ്മുടെ യാത്ര മുന്നോട്ട് പോകും. ഓക്കെ, അങ്ങനെ നമ്മുടെ കരിക്ക് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നോക്കട്ടെ. മധുരം ചെറിയൊരു കുറവുണ്ട് കേട്ടോ. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഇതിനകത്ത് എന്തെങ്കിലും കാണും. നിങ്ങളുടെ എന്തെങ്കിലും കാണാൻ സാധ്യത കുറവാണ് അല്ലേ? കാണും, പിടിക്കണ്ട. അങ്ങനെ കരിക്കൊക്കെ കുടിച്ച് നമ്മുടെ യാത്ര മുന്നോട്ട് തുടരുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇനി അടുത്തതായിട്ട് ചെക്ക് പോസ്റ്റാണ്. ഈ ചെക്ക് പോസ്റ്റിൽ നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ചിലപ്പോൾ അവർ നമ്മുടെ വാഹനം ചെക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ്. താങ്ക് യു. ഫാസ്റ്റാഗ് ഉണ്ടെങ്കിൽ റീഡായി കേട്ടോ, അല്ലേ? അത് കളിക്കാം എന്തായാലും. സെറ്റ് പരിപാടി. ഫാസ്റ്റാഗിൽ ക്യാഷ് ഉണ്ടായിരുന്നോ? അതിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കട്ടായിട്ടുണ്ട്, ടെൻഷൻ അടിക്കണ്ട. അല്ല, ഫുൾ ഡീറ്റെയിൽസും കിട്ടിയവർക്ക് നമ്മളോട് പറഞ്ഞേക്കുന്നിട്ടില്ലേ, ഒരിടത്തും നിർത്തരുതെന്ന്, വിട്ടു പൊക്കോണെന്ന്. അനുവിന്റെ ആ ഒരു ഇതൊക്കെ കണ്ടിട്ടായിരിക്കും. ഇവിടുത്തെ കുഴപ്പമെന്ന് കണ്ടോ, ഈ 14 കിലോമീറ്റർ നമുക്ക് പോകാനുള്ളതിലും നമ്മള് സമയം എടുക്കും. കാരണം ഇതുപോലെ വീതി കുറഞ്ഞ വഴിയാണ്, അതിലൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം പോകാനായിട്ട്. അതെ, ഞാൻ പണ്ട് പളനിക്ക് പോയത് ഈ വഴിയായിരുന്നു. നമ്മുടെ പണ്ട് കാലഘട്ടങ്ങളിൽ ആ ഒരു ഓർമ്മ എനിക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ വാഹനം ഒന്നും അവർ ചെക്ക് ചെയ്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്തെ വാഹനമൊക്കെ ചെക്ക് ചെയ്തു. പ്ലാസ്റ്റിക് ഉണ്ടോന്ന് അവർ മെയിനായിട്ട് നോക്കുന്നത്. നമ്മുടെ ഫോൺസ് ആയതുകൊണ്ട് അവർ ചെക്ക് ചെയ്യാതെ, കാണുമ്പോൾ ചെക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അല്ല, അന്ന് ഇവാലിയൊക്കെ വന്നേ. അതെയോ? അതായത് ചെക്ക് ചെയ്തു, ഫുള്ള് ചെക്ക് ചെയ്തിട്ട് അവർ വിട്ടെ. ഓരോ ഓഫീസേഴ്സും ഓരോ രീതിയല്ലേ. അപ്പോൾ അങ്ങനെ മല കയറി നമ്മൾ തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. മല കയറി തുടങ്ങുകയാണ്. വളരെ വീതി കുറഞ്ഞ വഴിയാണ്. അപ്പം ഒരു അഡ്ജസ്റ്റ്മെന്റിൽ വേണം നമുക്ക് പോകാനായിട്ട്. എഡ്ജൊന്നും നടക്കണ്ട, വളരെ സാവകാശം പതുക്കെ പോയാൽ മതി. പോകുമ്പോൾ തന്നെ നമുക്ക് റോഡ് സൈഡിലൊക്കെ ഇതുപോലെ ബോർഡുകൾ കാണാം. ആനയുണ്ട്, പുലിയുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ. ആനമല ടൈഗർ റിസർവ് ഭാഗമാട്ടോ. അതെ, എലിഫന്റ് സോൺ, ആനമല ടൈഗർ റിസർവ് ഭാഗം തന്നെയാണ്. ഓ, എന്നാ ഒരു വ്യൂ അല്ലേ. നല്ലൊരു ഫ്രെയിം, ഒരു രക്ഷയില്ലാത്ത വ്യൂ. സൂപ്പർ ഫ്രെയിം അല്ലേ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ വണ്ടി കേടായിരുന്നു. ആ മരത്തിന്റെ വീട്ടിൽ കിടന്നേ. എന്ത് ചെയ്തു? പിന്നെ ഇവിടുന്ന് കെട്ടി വലിച്ചോണ്ട് കൊണ്ടുവന്നു. ഇവിടെ വന്നു ചെക്ക് പോസ്റ്റ് വന്നിട്ട് അവരോട് സഹായിച്ചു, വെള്ളമൊക്കെ തന്ന് സഹായിച്ചു. ഇവാലി ആയിരുന്നു വണ്ടി. ഇവാലിക്ക് റേഡിയേറ്റർ ലീക്ക് വന്നു. അല്ല, ഇനി അനിലിന്റെ ആഗ്രഹപ്രകാരം വേണമെങ്കിൽ ഇതൊക്കെ തുറന്നോട്ടോ, ഇനി വനോ.